ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു അൽഫാം ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതൊരു അറേബ്യൻ ഗ്രിൽ ചിക്കനാണ്. ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലെങ്കിലും ഇത് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് സ്മോക്ക് ഫ്ലേവർ കൊടുക്കുന്നതും ഗ്രിൽ മാർക്ക് കൊടുക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ടേസ്റ്റി ആയിട്ട് ഈ അൽഫാം ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 4 ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ ഡീപ്പ് കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റോളം വിനെഗർ ഇട്ട വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്താണ്. ഇനി ഇതിന് ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത്, ഒരു 2 ടീസ്പൂണോളം ലെമൺ ജ്യൂസും, ആവശ്യത്തിന് ഉപ്പും, ഒരു 2 ടേബിൾ സ്പൂണോളം കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ആ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഈ കട്ടുകളിലെല്ലാം നല്ലപോലെ ഈ മാരിനേഷൻ വരത്തക്ക വിധത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇതൊരു 30 മിനിറ്റോളം നമ്മൾ അറ്റ്ലീസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് മാരിനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ചിക്കനിലെല്ലാം നല്ലപോലെ ഈ മാരിനേഷൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റോളം നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള സാധനമെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഡ്രൈ സ്പൈസസ് നമുക്ക് ചെറുതായിട്ടൊന്ന് ലൈറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്, ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂണ്, 4 ഏലക്കായും 2 ഗ്രാമ്പും 2 ചെറിയ സ്റ്റിക്ക് കറുവാപ്പട്ടയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കറുത്ത ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതെല്ലാം കൂടി ഒന്ന് ലൈറ്റ് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം മല്ലിയിലയും 1/4 കപ്പോളം പുതിനയില, 2 പച്ചമുളക്, ഒരു 5-6 ചെറിയുള്ളി, ഒരു പകുതി തക്കാളി, ഒരു ഒനിയനും 1/2 ലെമണിൻ്റെ ജ്യൂസും, പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൈൻഡർ ജാർ ചെറുതായതുകൊണ്ട് ഇത്രയും നമുക്ക് ആദ്യം അരച്ചുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഡ്രൈ സ്പൈസസും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ആദ്യത്തെ പോർഷൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഡ്രൈ സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും വേറെ എക്സ്ട്രാ നമ്മൾ ചേർത്തിട്ടില്ല. ഇത് ചേർത്തേക്കുന്ന ഒനിയൻ്റെയും വിനാഗിരിയുടെയും ലെമൺ ജ്യൂസിൻ്റെയും ഒക്കെ വെള്ളമേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് ഇനി നമുക്കിത് ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നല്ലപോലെ ഈ കട്ടുകളിലെല്ലാം ഇതിൻ്റെ മസാല ഇറങ്ങത്തക്ക വിധത്തിൽ 2 സൈഡിലും ഈ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാ ചിക്കനിലും ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിതൊരു മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു പാൻ എടുക്കാം. ഞാനൊരു ഗ്രിൽ പാനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സാധാ പാൻ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത ബട്ടർ 1 ടീസ്പൂണും 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു 3 to 5 മിനിറ്റ്സോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ മസാലയൊക്കെ വിട്ടുപോകും. അതുപോലെ തന്നെ ഇതിനൊരു ഗ്രിൽ മാർക്ക് പോലെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം കൊടുക്കണം. 2 സൈഡിലും ഈ 3 to 5 മിനിറ്റ്സോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇടുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് ഫ്ലിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടർ അതിൽ തേച്ച് കൊടുത്തിട്ടാണ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ബട്ടറോ ഓയിലോ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ പീസ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് വീണ്ടും ഒരു 3 to 5 മിനിറ്റ്സോളം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം നമുക്ക് ഇത് ലോ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പം നമ്മൾ സെയിം പാനിൻ്റെ ലിഡല്ല എടുക്കുന്നതെങ്കിൽ അതിലൊരു ഫോയിൽ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്താൽ ആ സ്റ്റീം ലോക്ക് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കവർ ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സൈഡൊക്കെ തിരിച്ചിടാനുണ്ടെങ്കിൽ തിരിച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരു 12 to 15 മിനിറ്റ്സ് കൊണ്ട് ഈ ചിക്കൻ കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടെ ഗ്രിൽ മാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ഫ്ലെയിമിലിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ച് വന്ന് കാണിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ മാർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ സ്മോക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചാർക്കോൾ ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ ചിരട്ടയുടെ ഒരു ചെറിയ പീസ് ഒന്ന് ഫ്ലെയിമിൽ കാണിച്ച ശേഷം അതിലേക്ക് ഞാൻ ആ ചിരട്ടയുടെ പീസിലിട്ട് നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുകയൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ വെച്ചേക്കുന്ന പാത്രത്തിലോട്ട് അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നല്ല സ്മോക്കി ഫ്ലേവറും ഗ്രിൽ മാർക്കും ഒക്കെയുള്ള അടിപൊളി അൽഫാം ചിക്കൻ റെഡിയായി എടുത്തിട്ടുണ്ട്. ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. Thank you for watching.